ഹായ് ഓൾ, നമസ്കാരം. രാഹുലാണ്. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിൽ നമുക്കറിയാം, ഏത് ബിസിനസ് ആണെങ്കിലും അവരുടെ വരുമാനം വർദ്ധിക്കുന്നത്, അവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നത് അവരുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന ഒരു പ്രിൻസിപ്പിൾ കൊണ്ടാണ്, അല്ലേ? വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ. പലർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത കുറേ പേരുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആളുകളാണ്, അല്ലേ? നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം വെച്ചുകൊണ്ട് ജീവിച്ച് പോവുക. അതാണ് നമ്മൾ എംപ്ലോയി മൈൻഡ് സെറ്റിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുക. എന്നാൽ ബിസിനസ്സുകാർ ചെയ്യുന്നത് ഇൻകം മൾട്ടിപ്ലിക്കേഷനാണ്, അല്ലേ? അവർക്ക് ഒരുപാട് വരുമാനം പല മേഖലകളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ടീമിനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് അവറും വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷനും എന്താണെന്നാണ്. ഒരു ജോലിക്കാരനും ഒരു ബിസിനസ്സുകാരനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം വരുന്നത് ഈ ഒരു വർക്കിംഗ് അവറിലാണ്. നമുക്ക് ആദ്യം ഒരു എംപ്ലോയിയുടെ, അതായത് ഒരു സാധാരണ ജോലിക്കാരൻ്റെ വർക്കിംഗ് അവർ എന്താണെന്നുള്ളത് നോക്കാം. ഒരു എംപ്ലോയി, അദ്ദേഹം ഒരു ഏതെങ്കിലും മേഖലയിൽ ഒരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് സാലറി മന്ത്ലി കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അവരെയാണല്ലോ നമ്മൾ എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്. അതിപ്പം ഗവൺമെൻറ് സെക്ടർ ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആവാം. അങ്ങനെ ഒരാൾ, അയാൾക്ക് ഒരു ദിവസം മാക്സിമം ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതാം. ഓക്കെ, ഒരു 10 മണിക്കൂർ അയാളുടെ ജോലി എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നു. അയാളുടെ 24 മണിക്കൂറിൽ 10 മണിക്കൂർ അദ്ദേഹം അയാളുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിലവഴിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു 30 ദിവസം, നമുക്ക് മാസത്തിൽ 30 ദിവസമുണ്ട്, പക്ഷേ എല്ലാ ദിവസവും വർക്ക് ചെയ്യില്ല, അല്ലേ? നമുക്ക് സാറ്റർഡേ സൺഡേസ് ഒക്കെ ഹോളിഡേയ്സ്, മറ്റ് അവധി ദിവസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളൊരു 30 ദിവസം തന്നെ കൂട്ടുക. ഒരു മാസത്തിലെ 30 ദിവസവും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായിട്ട് അദ്ദേഹം 10 മണിക്കൂർ ദിവസവും മാറ്റി വയ്ക്കുന്നു. അങ്ങനെ 30 ദിവസം, ഒരു മാസത്തിലെ 30 ദിവസം വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു 12 മാസം, അതായത് ഒരു വർഷക്കാലം അദ്ദേഹം വർക്ക് ചെയ്യുന്നു കരുതാം. അതായത് 12 മാസം, ജനുവരി മുതൽ ഡിസംബർ വരെ അദ്ദേഹം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു 10 വർഷം വർക്ക് ചെയ്തു എന്ന് കരുതാം. ഒരു 10 വർഷക്കാലം ഇതേ രീതിയിൽ ഒരു മാസത്തിൽ 30 ദിവസം 10 മണിക്കൂർ വെച്ച് 12 മാസവും വർക്ക് ചെയ്ത് 10 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ആകെ കിട്ടുന്ന വർക്കിംഗ് അവർ എന്ന് പറയുന്നത് 36,000 മണിക്കൂറുകളാണ്. 36,000 ഹവേഴ്സ്. ഓക്കെ, ഇതാണ് ഒരു സാധാരണ എംപ്ലോയിയുടെ വർക്കിംഗ് അവർ എന്നാണ്. ഇതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ വരുമാനം. അത് അദ്ദേഹത്തിന് ഒരു മണിക്കൂറിൽ എത്ര രൂപയാണോ വരുമാനം, അത് ഇൻറ്റു ഈ ഒരു അവർ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് എത്ര രൂപ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് ബിസിനസ്സുകാരിൽ എങ്ങനെയാണ് വർക്കിംഗ് അവർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ബിസിനസ്സുകാരിൽ എംപ്ലോയീസിനുള്ള വ്യത്യാസം അവർക്ക് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസിൽ നമ്മൾ ഒന്നുകൂടി ബിസിനസ്സിനെ അവലോകനം ചെയ്ത് നോക്കാം. അതായത് ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിംഗ് അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മണിക്കൂർ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെന്ന് കരുതാം. ഈ 10 മണിക്കൂർ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതേപോലെ നേരത്തെ എംപ്ലോയീൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ മാസത്തിൽ 30 ദിവസവും അവർ വർക്ക് ചെയ്യാണ്. 30 ദിവസവും അദ്ദേഹം 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ്, അദ്ദേഹത്തിന് 12 മാസവും, നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ മാസത്തിലും 30 ദിവസം 10 മണിക്കൂർ വെച്ചിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ബിസിനസ്സുകാർ എന്താണ് ചെയ്യുന്നത്? അവരൊറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അവരുടെ കൂടെ എന്തുണ്ടാവും? ഒരു ടീം ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ ബിസിനസ്സുകാരുടെയും കൂടെ, ഇപ്പം വലിയ ഇൻഡസ്ട്രീസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ടൊരു ചെറിയ ഒരു ബിസിനസ്സുകാരൻ, 1000 പേരുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിലും, 1000 പേരുടെ ടീമുള്ള ഒരു ബിസിനസ് ഓണർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് അവർ എത്രയായിരിക്കും? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 36 ലക്ഷം വർക്കിംഗ് അവർ ആയിരിക്കും അദ്ദേഹത്തിന് ഒറ്റ വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതോ 10 വർഷം കൊണ്ടാണ് 36,000 വർക്കിംഗ് അവർ കിട്ടിയതെങ്കിൽ, ഇവിടെ അദ്ദേഹത്തിന് ഒറ്റ വർഷം കൊണ്ട് കിട്ടുന്നത് എത്രയാണ്? 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 36 ലക്ഷം വർക്കിംഗ് അവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൂടെ ഒറ്റ വർഷം കിട്ടുന്നത്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 മടങ്ങാണ് ഒരു എംപ്ലോയീസിൻ്റെ വർക്കിംഗ് അവറിനേക്കാൾ. ഒരു സാധാരണ തൊഴിലാളി, ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ 10 വർഷം വർക്ക് ചെയ്യുന്ന വർക്കിംഗ് അവറാണ് ഒരു ബിസിനസ്സുകാരന്, 1000 പേരുടെ ടീമുള്ള ഒരു ബിസിനസ്സുകാരന് ഒറ്റ വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതിനെയാണ് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് എല്ലാ ബിസിനസ്സുകാരും ഗ്രോത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ വർക്കിംഗ് അവറിനനുസരിച്ചാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, 36 ലക്ഷം വർക്കിംഗ് അവർ ഒറ്റ വർഷം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 1000 രൂപയോ എത്രയോ നിങ്ങളുടെ വരുമാനത്തിൻ്റെ തോതനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻകം എത്ര മടങ്ങായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് 100 മടങ്ങായിരിക്കും ഒരു എംപ്ലോയിനെക്കാട്ടും ഉണ്ടാവുക. ഇതാണ് എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നത്. അപ്പം വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ സക്സസ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.